പരീക്ഷാ ക്രമക്കേടുകൾ, യുവജനങ്ങളുടെ സാമൂഹിക ഇടപെടലുകൾ, ലഹരി ഉപയോഗം മൂലമുണ്ടാകുന്ന വെല്ലുവിളികൾ എന്നിവ രാജ്യവ്യാപകമായി ചർച്ചയാകുന്ന സാഹചര്യത്തിൽ യുവാക്കളുടെ ഊർജ്ജവും നേതൃത്വശേഷിയും രാഷ്ട്ര നിർമ്മാണത്തിനായി പ്രയോജനപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഊന്നിപ്പറഞ്ഞു. രാജ്യത്തെ 1 കോടിയിലധികം യുവജനങ്ങളെ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച നാശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ പദ്ധതിക്ക് അദ്ദേഹം ഔപചാരികമായി തുടക്കം കുറിച്ചു. യുവജനങ്ങളുടെ ആരോഗ്യവും സാമൂഹിക ഉത്തരവാദിത്ത ബോധവും ഒരുപോലെ വളർത്തിയെടുക്കുന്നതിനൊപ്പം വികസിത ഇന്ത്യ എന്ന ദേശീയ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിലും ഈ പ്രചരണം നിർണായക പങ്കുവഹിക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ. ഓൺലൈൻ സംവിധാനത്തിലൂടെ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, ദേശീയ സേവന പദ്ധതിയിലെ സന്നദ്ധ പ്രവർത്തകർ, നെഹ്റു യുവ കേന്ദ്രങ്ങളുടെ പ്രതിനിധികൾ, കായിക താരങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകർ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, ആരോഗ്യ വിദഗ്ധർ എന്നിവരും പങ്കെടുത്തു. യുവജനങ്ങളുമായി നേരിട്ട് സംവദിച്ച പ്രധാനമന്ത്രി രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് യുവതലമുറയുടെ ചിന്തയും പ്രവർത്തനവുമാണെന്നും അതുകൊണ്ട് തന്നെ ലഹരിയുടെ സ്വാധീനത്തിൽ നിന്ന് യുവാക്കളെ സംരക്ഷിക്കുന്നത് ദേശീയ വികസനത്തിന്റെ പ്രധാന ഘടകമാണെന്നും പറഞ്ഞു. വികസിത ഇന്ത്യ എന്ന സ്വപ്നം സാമ്പത്തിക പുരോഗതിയിലൂടെ മാത്രം സാധ്യമാകില്ലെന്നും ആരോഗ്യമുള്ളതും അച്ചടക്കമുള്ളതും സാമൂഹിക പ്രതിബദ്ധതയുള്ളതുമായ യുവതലമുറയാണ് അതിന്റെ യഥാർത്ഥ അടിത്തറയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലഹരി വസ്തുക്കളുടെ ഉപയോഗം വ്യക്തിയുടെ ആരോഗ്യത്തെയും മാനസികാവസ്ഥയെയും മാത്രമല്ല, കുടുംബ ബന്ധങ്ങളെയും വിദ്യാഭ്യാസ ജീവിതത്തെയും തൊഴിൽ സാധ്യതകളെയും സമൂഹത്തിന്റെ സമാധാനത്തെയും പ്രതികൂലമായി ബാധിക്കുന്നുവെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ലഹരിക്കെതിരായ പോരാട്ടം സർക്കാർ സംവിധാനങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമല്ലെന്നും കുടുംബങ്ങൾ, അധ്യാപകർ, സുഹൃത്തുക്കൾ, മതസാമൂഹിക സംഘടനകൾ, സന്നദ്ധ പ്രവർത്തകർ, ആരോഗ്യരംഗം, മാധ്യമങ്ങൾ, പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ഈ ദൌത്യം വിജയിപ്പിക്കാനാവുകയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. യുവാക്കളെ കുറ്റവാളികളായി കാണുന്നതിനു പകരം അവരെ ശരിയായ വഴിയിലേക്ക് നയിക്കുകയും ആത്മവിശ്വാസം പകർന്നു നൽകുകയും ചെയ്യേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പദ്ധതിയുടെ ഭാഗമായി രാജ്യവ്യാപകമായി 100 ആഴ്ച നീളുന്ന ജനപങ്കാളിത്ത ലഹരിവിരുദ്ധ പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. ഓരോ ഞായറാഴ്ചയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേക ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോളേജുകൾ, സർവകലാശാലകൾ, ഗ്രാമപഞ്ചായത്തുകൾ, നഗരസഭകൾ, യുവജന ക്ലബ്ബുകൾ, കായിക സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ നേതൃത്വത്തിലാണ് വിവിധ പരിപാടികൾ നടക്കുക. പ്രചരണത്തിന്റെ ഭാഗമായി കായിക മത്സരങ്ങൾ, മാരത്തൺ, സൈക്കിൾ റാലി, കൂട്ടനടപ്പ്, യോഗ പരിശീലനം, ആരോഗ്യ പരിശോധനാ ക്യാമ്പുകൾ, സാംസ്കാരിക പരിപാടികൾ, ലഹരിവിരുദ്ധ തെരുവു നാടകങ്ങൾ, ചിത്രരചനാ മത്സരങ്ങൾ, ഉപന്യാസ മത്സരങ്ങൾ, പ്രസംഗ മത്സരങ്ങൾ, വാദപ്രതിവാദങ്ങൾ, സംഗീത പരിപാടികൾ, നാടൻ കലാപരിപാടികൾ, ബോധവൽക്കരണ റാലികൾ, വിദ്യാർത്ഥി പ്രതിജ്ഞാ സമ്മേളനങ്ങൾ എന്നിവ സംഘടിപ്പിക്കും. സമൂഹ മാധ്യമങ്ങളിലൂടെയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെയും ലഹരിവിരുദ്ധ സന്ദേശങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കാനും പ്രത്യേക പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൌൺസിലിംഗ് സേവനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ലഹരിയുടെ ദോഷഫലങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ അവബോധം വിദ്യാർത്ഥികളിൽ വളർത്തുന്നതിനും പ്രത്യേക പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കും. വിദ്യാർത്ഥികളിലെ മാനസിക സമ്മർദ്ദം, ഒറ്റപ്പെടൽ, കൂട്ടുകാരുടെ സ്വാധീനം തുടങ്ങിയ കാരണങ്ങൾ തിരിച്ചറിഞ്ഞ് സമയോചിതമായ മാനസിക പിന്തുണ ഉറപ്പാക്കുന്നതിനും വിവിധ ഏജൻസികളുടെ സഹകരണം ഉറപ്പുവരുത്തുന്നതും പരിഗണനയിലുണ്ട്. ലഹരി ഉപയോഗം തടയുന്നതിന് നിയമ നടപടികൾ മാത്രം മതിയാകില്ലെന്നും സമൂഹത്തിന്റെ മനോഭാവത്തിൽ മാറ്റം കൊണ്ടുവരുന്ന ദീർഘകാല ബോധവൽക്കരണമാണ് കൂടുതൽ ഫലപ്രദമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. യുവജനങ്ങളുടെ സൃഷ്ടിപരമായ കഴിവുകൾ, കായിക പ്രതിഭ, കലാപരമായ കഴിവ്, സാമൂഹിക സേവന മനോഭാവം എന്നിവ വളർത്തിയെടുക്കുന്നതിലൂടെ അവർക്ക് ജീവിതത്തിൽ വ്യക്തമായ ലക്ഷ്യബോധം രൂപപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ലഹരിക്കെതിരായ ഈ ദേശീയ പ്രചരണത്തിൽ ഓരോ യുവാവും ബോധവൽക്കരണ ദൂതനാകണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സ്വന്തം സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും സമൂഹത്തെയും ലഹരിയുടെ അപകടങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും ലഹരിമുക്ത സമൂഹം സൃഷ്ടിക്കുന്നതിൽ മാതൃകാപരമായ പങ്കുവഹിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ചടങ്ങിൽ സംസാരിച്ച കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ പ്രധാനമന്ത്രിയുടെ ലഹരിമുക്ത ഭാരത് എന്ന ദർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ് 2020 നാശാമുക്ത ഭാരത് അഭിയാൻ ആരംഭിച്ചതെന്ന് പറഞ്ഞു. രാജ്യത്തെ 100 കണക്കിന് ജില്ലകളിൽ ഇതിനോടകം ലക്ഷക്കണക്കിന് യുവജനങ്ങളെ ഉൾപ്പെടുത്തി ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും പുതിയ യുവജന പ്രചരണത്തിലൂടെ ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ലഹരിവിരുദ്ധ സന്ദേശം രാജ്യത്തെ ഓരോ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും എത്തിക്കുക, വിദ്യാർത്ഥികളിൽ ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുക, യുവജനങ്ങളെ സാമൂഹിക സേവന പ്രവർത്തനങ്ങളുമായി ബന്ധിപ്പിക്കുക, കുടുംബങ്ങളെയും പ്രാദേശിക സമൂഹങ്ങളെയും ഈ ദൌത്യത്തിന്റെ ഭാഗമാക്കുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. യുവജനങ്ങളുടെ പങ്കാളിത്തത്തോടെയും സമൂഹത്തിന്റെ കൂട്ടായ സഹകരണത്തോടെയും ലഹരിമുക്തവും ആരോഗ്യകരവും വികസിതവുമായ ഇന്ത്യ സാക്ഷാത്കരിക്കാനാകുമെന്ന പ്രതീക്ഷ കേന്ദ്ര സർക്കാർ പ്രകടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.